അങ്ങനെ ഇന്ന് നടത്താനിരുന്ന യുദ്ധം, അതായത് ട്രംപ് ഇന്ന് ഇറാനിലോട്ട് നടത്താനിരുന്ന യുദ്ധം താൽക്കാലികമായിട്ട് മാറ്റിവെച്ചിരിക്കുകയാണെന്ന് ട്രംപ് തന്നെ അറിയിച്ചിട്ടുണ്ട്. അത് സൗദി, അതുപോലെ UAE, ഖത്തർ, ഈ 3 രാജ്യങ്ങളിലെ ഭരണാധികാരികൾ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ മാറ്റിവെക്കുന്നത്, അല്ലാണ്ട് എനിക്ക് പേടിയുള്ളത് കൊണ്ട് അല്ല, അല്ലെങ്കിൽ നെതന്യാഹു പേടിച്ചത് കൊണ്ടല്ല എന്നാണ് ട്രംപിൻ്റെ മുന്നറിയിപ്പ് അല്ലെങ്കിൽ ട്രംപിൻ്റെ പോസ്റ്റ് ഇന്നലെ വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ഇന്ന് മറ്റൊരു പ്രധാന കാര്യം കൂടെ ലോകത്ത് നടക്കുന്നുണ്ട്. അതായത് ചൈനീസ് പ്രസിഡന്റും അതുപോലെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും കൂടെ ഒരു കൂടിക്കാഴ്ച ഇന്ന് ചൈനയിൽ വെച്ച് നടക്കുന്നുണ്ട്. ഈ ദിവസമായിരുന്നു ട്രംപ് അടിക്കാൻ വേണ്ടി വെച്ചിരുന്നത്. പക്ഷേ ഈ മീറ്റിങ്ങിൻ്റെ അല്ലെങ്കിൽ ഈ മീറ്റിങ്ങോടുകൂടി ഇറാന് കിട്ടാൻ പോകുന്ന ഒരു വലിയ സപ്പോർട്ടാണോ ഈ രാജ്യങ്ങളുടേത് എന്നുള്ള നല്ല പേടി ട്രംപിനും അല്ലെങ്കിൽ നെതന്യാഹുവിനും ഉണ്ട് എന്നുള്ളത് നമുക്ക് ചിന്തിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ഏതാണെങ്കിലും നമുക്ക് ഇന്നത്തെ യുദ്ധത്തിൻ്റെ അപ്ഡേറ്റുകളിൽ പറയാനുള്ളത് ഈ ന്യൂസുകളാണ്. നേരെ ന്യൂസിലോട്ട് പോവാം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തുടക്കത്തിൽ തന്നെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോവാം. അപ്പം ഇതായിരുന്നു ട്രംപിൻ്റെ ഇന്നലത്തെ പോസ്റ്റ്. അതായത് ചൊവ്വാഴ്ച നടത്താൻ നിശ്ചയിച്ചിട്ടിരുന്ന ഇറാനെതിരായിട്ടുള്ള സൈനിക നീക്കം താൽക്കാലികമായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് എന്നാണ് ട്രൂ സോഷ്യലിലൂടെ ട്രംപ് പുറത്തോട്ട് വിട്ടിട്ടുള്ളത്. ഗൾഫ് രാജ്യങ്ങളായിട്ടുള്ള ഖത്തർ, സൗദി, അതുപോലെ തന്നെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നീ രാജ്യങ്ങളിലെ നേതാക്കളുടെ നേരിട്ടുള്ള അഭ്യർത്ഥന തുടർന്നതുകൊണ്ടാണ് ഈ ഒരു ആക്രമണം നിർത്തിവെക്കാൻ ട്രംപ് തയ്യാറായത്. അതുമാത്രമല്ല, നയതന്ത്ര ചർച്ചകൾക്ക് കുറച്ചുകൂടി സമയം അനുവദിക്കാം എന്നും കൂടെയാണ് ട്രംപിൻ്റെ തീരുമാനം. താൽക്കാലികമായിട്ട് ചർച്ചയ്ക്ക് ട്രംപ് തയ്യാറാണെങ്കിലും ഒരു ധാരണയിലെത്താൻ സാധിച്ചില്ലെങ്കിൽ ഏത് നിമിഷവും സൈനിക ആക്രമണങ്ങൾ പുനരാരംഭിക്കും കൂടി എന്നും കൂടെ അമേരിക്ക സജ്ജമായിട്ടിരിക്കുന്നുണ്ട് എന്നും കൂടെ ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പം സമാധാന ചർച്ചകളിലൊക്കെ നമുക്കറിയാം എല്ലാം വഴിമുട്ടി നിൽക്കുകയാണ്. ഒരു ചർച്ചകളും എവിടെ എത്തിയിട്ടില്ല. അതായത് ട്രംപ് പറഞ്ഞ ഒരു കാര്യങ്ങളും ഇറാൻ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല, ഇറാൻ പറഞ്ഞ ഒരു കാര്യങ്ങളും ട്രംപും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. നമ്മൾ ഇന്നലെ മെനയുന്നൊക്കെ വീഡിയോയിൽ നമ്മൾ വ്യക്തമായിരുന്നു ഏത് സമയവും ട്രംപ് ഒരു ആക്രമണത്തിന് റെഡി ആയിട്ടായിരുന്നിരുന്നത്. ആ വിചാരിച്ച ദിവസം ഇന്നത്തെ ദിവസമായിരുന്നു ട്രംപ് ആക്രമിക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അതാണ് ഇന്നലെ തന്നെ വന്ന് ട്രംപ് സുല്ല് പറഞ്ഞിട്ടുണ്ട്. തൽക്കാലം നമ്മൾ സുല്ലിട്ടിട്ടുണ്ട് ഈ ആക്രമണത്തിൽ നിന്ന്. ഇത് തമാശയായിട്ട് പറയുന്നത് വേറെ ഒന്നുകൊണ്ടും അല്ല കേട്ടോ. അതായത് നമ്മൾ വലിയ ഗൗരവത്തോടെ അങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുമ്പോഴേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ രാജ്യങ്ങൾ ഏതൊക്കെ രാജ്യങ്ങളാണ് ഇതിൽ ഇൻവോൾവ് ആയിട്ടിരിക്കുന്നത്. ഈ രാജ്യങ്ങളൊക്കെ തന്നെ ഇപ്പം വന്നിട്ട് ട്രംപിൻ്റെ കാല് പിടിക്കേണ്ടി വരുന്നൊരു അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കണം. കാരണം ഇറാൻ്റെ കൂടെ അല്ലെങ്കിൽ ഇറാൻ്റെ കൂടെ നിന്ന് എന്ന് തോന്നിക്കുന്ന പല രാജ്യങ്ങളും ഇറാൻ്റെ കൂടെ എല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാം. ആ രാജ്യങ്ങളെല്ലാം തിരിച്ച് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും കൂടെ അവരുടെ സ്വന്തക്കാരായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇറാൻ തിരിച്ചടിച്ച് കഴിഞ്ഞാൽ ഈ രാജ്യങ്ങൾക്കെല്ലാം എട്ടിൻ്റെ പണി കിട്ടും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പം ഇതേ രാജ്യങ്ങൾ ട്രംപിൻ്റെ കാല് പിടിച്ചിട്ട് അല്ലെങ്കിൽ ഇപ്പം നിങ്ങളൊരു ആക്രമണത്തിലോട്ട് പോകരുത്, പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്കാണ് അടി കിട്ടുന്നത്, ഞങ്ങളുടെ ടൂറിസമാണ് തകരുന്നത്, ഞങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയാണ് തകരുന്നത്, ഞങ്ങളുടെ ക്രൂഡ് ഓയിലാണ് വിറ്റ് പോകാണ്ടിരിക്കുന്നത്, ഞങ്ങൾക്കാണ് എല്ലാ പ്രശ്നങ്ങളും കാരണം നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി തന്നത് ഞങ്ങളാണ് എന്നുള്ളതുകൊണ്ട്. അതുകൊണ്ടാണ് ഞാനതൊരു തമാശ രീതിയിൽ പറഞ്ഞു പോയത്, വേറെ ഒന്നും വിചാരിക്കരുത്. അപ്പം ഈ ഒരു കാര്യം ഇപ്പം ഇന്ന് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ഇതിലുണ്ട്. ട്രംപിന് 2 ഉദ്ദേശങ്ങളായിരിക്കാം. ഒന്ന്, ട്രംപ് വിചാരിക്കുന്നുണ്ടാവും ഞാനിതാ മാക്സിമം ഓപ്ഷൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇറാന്. അതായത് ഞാൻ അവസാന നിമിഷം ഇപ്പോൾ ഇന്ന് അടിക്കാൻ വെച്ചിരുന്ന ഞാൻ ഈ പറഞ്ഞ രാജ്യങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞാൻ തൽക്കാലം അടിക്കുന്നില്ല. അപ്പോൾ ആ രാജ്യങ്ങളോട് എനിക്കുള്ള ആ ഒരു പ്രതിബദ്ധത എത്രത്തോളം ഉണ്ട് നിങ്ങൾ ചിന്തിച്ച് നോക്കി എന്ന് ലോകരാജ്യങ്ങൾ ചിന്തിക്കണം. അല്ലെങ്കിൽ അവർ നയതന്ത്രപരമായിട്ട് അവരത് ആലോചിക്കണം എന്നുള്ളൊരു കൂർമ്മ ബുദ്ധി ഇതിൽ ട്രംപിന് ഉണ്ടായിരിക്കും എന്നുള്ളത് വ്യക്തമാണ്. ഇസ്രായേൽ ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ ഒരു അഭിപ്രായത്തോട് സപ്പോർട്ട് ചെയ്യും. അവർക്ക് എന്തായാലും കുഴപ്പമില്ല, ഇറാൻ അടിച്ച് തീർക്കണം, അതോടുകൂടി ഞങ്ങൾക്ക് ബാക്കിയുള്ള എല്ലാം കൂടെ അങ്ങോട്ട് പിടിച്ചെടുക്കണം എന്നുള്ള ചിന്ത മാത്രം വെച്ച് നടക്കുന്ന ഇസ്രായേലുണ്ട്. പക്ഷേ ട്രംപിന് അങ്ങനെയല്ല, ഒരുപാട് പൈസ ചെലവുണ്ട്. അതുപോലെ ട്രംപ് അല്ലെങ്കിൽ അമേരിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ലോകരാജ്യങ്ങൾ ചിരിക്കുന്ന, അല്ല അമേരിക്ക വെടിപ്പിക്കട്ടോ എന്ന് പറഞ്ഞ ലോകരാജ്യങ്ങൾ ഉള്ളിൽ ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അത് തന്നെയാണ് ട്രംപ് എന്ന് കേൾക്കുമ്പോഴും ലോക പൊട്ടൻ അല്ലെങ്കിൽ എന്താ ലോക ചെന്നിക്കളവൻ എന്നൊക്കെ ചിന്തിക്കുന്ന അവസ്ഥയിലോട്ട് അമേരിക്കൻ പ്രസിഡന്റുമാരുടെ ഇത്രയും കാലത്തൊരു ലെഗസി ഉണ്ട്, അതെല്ലാം കളഞ്ഞു കുളിച്ചിരിക്കുന്ന ഒരാളാണ് ട്രംപ്. അതുകൊണ്ട് ട്രംപിന് ചിന്തിക്കാൻ ഒരുപാടുണ്ട്, അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് ചിന്തിക്കാൻ ഒരുപാടുണ്ട്. ഇസ്രായേലിന് അതല്ല. ഇസ്രായേലിന് അമേരിക്കനെയും ട്രംപിനെയും ഒരു പാവയായി വെച്ചിട്ട് ഇങ്ങനെ ചാടിക്കളിക്ക് കുഞ്ചിരാമ എന്ന് പറയുന്ന ആ പരിപാടിയാണ് ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, അറബ് രാജ്യങ്ങൾക്ക് ഇതിലുള്ള ഇൻവോൾവ്മെൻറ്റ് അല്ലെങ്കിൽ ഈ യുദ്ധത്തോടുകൂടി അറബ് രാജ്യങ്ങളാണ് തകർന്നുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും. നമ്മളടക്കം, ഇന്ത്യ അടക്കം ഉള്ള പല രാജ്യങ്ങളാണ് തകർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലൊന്നും ഒരു കുസലുമില്ലാത്ത രാജ്യം ഇസ്രായേലാണ്. അവർക്ക് എന്തായാലും കുഴപ്പമില്ല, അവർക്ക് അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകളും ചിന്തകളും, അല്ലെങ്കിൽ അവർ മാത്രം ലോകത്ത് ജീവിച്ചാൽ മതി, ഞങ്ങളാണ് ലോകത്ത് ജീവിക്കാനുള്ള ഒരേ ഒരു അധികാരികളെന്ന് ചിന്തിച്ച് പോകുന്ന ആളുകൾക്ക് മറ്റു രാജ്യങ്ങൾ എന്തായാലും അവർ തമ്മിലടിച്ചാലും അല്ലെങ്കിൽ തമ്മിലടുപ്പിച്ചാലും കുഴപ്പമില്ല എന്നുള്ളതാണ് സത്യം. അപ്പം ട്രംപ് ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലോട്ട് അല്ലെങ്കിൽ ഈ ഒരു തീരുമാനത്തിലോട്ട് എത്തിയതിനുള്ള കാരണങ്ങൾ, ഒന്ന്, ഞാൻ മാക്സിമം നയതന്ത്രപരമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു നോക്കി, എൻ്റെ കയ്യിൽ നിൽക്കുന്നില്ല എന്നുള്ള രീതിയിൽ ഒരു യുദ്ധം, അല്ലെങ്കിൽ ഈവൻ അവിടെ പോയിട്ടൊരു ന്യൂക്ലിയർ ബോംബ് ഇട്ടാൽ പോലും ഞാൻ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്, എന്നെ കൊണ്ട് പറ്റാത്തത് കൊണ്ട് അല്ലെങ്കിൽ അവർ അനുസരിക്കാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്തതാണ് എന്ന് ട്രംപിന് പറഞ്ഞ് ഇതിന് തല ഊരാനുള്ള ഒരു വഴി. അതുമാത്രമല്ല, ഇന്ന് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പറയാനുള്ളത്, ട്രംപ് കഴിഞ്ഞ ദിവസം ചൈനയിൽ നിന്ന് അങ്ങ് തിരിച്ചു പോയിട്ടേ ഉള്ളൂ.
വന്ന കാര്യങ്ങളൊന്നും നടക്കാണ്ട് അല്ലെങ്കിൽ വന്ന കാര്യങ്ങൾ എങ്ങനെയെങ്കിലും ചൈനനെ സമ്മർദ്ദത്തിലാക്കിയിട്ട് ഇറാനെ യുദ്ധത്തിൽ നിന്ന് പിന്മാറ്റുക എന്നുള്ള ചിന്തയോടുകൂടി വന്നിട്ടുള്ള ട്രംപ്, അതല്ലെങ്കിൽ ചൈനയുടെ സപ്പോർട്ട് ഇറാന് കിട്ടാത്ത രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ട്രംപ് കയറി വന്നത്. പക്ഷേ ചൈനീസ് പ്രസിഡന്റ് അതൊന്നും ചെവി കൊണ്ടിട്ടില്ല. അതായത് നിങ്ങൾ വന്ന കാര്യങ്ങൾ ഇതൊക്കെയാണെങ്കിൽ അത് അതുപോലെ പറഞ്ഞ് നേരെ തിരിച്ചു വിട്ടോ എന്നായിരുന്നു ചൈനീസ് പ്രസിഡന്റ് സൈഡിൽ നിന്നുള്ള ഒരു ഇത്. അതായത് ഇറാന് കൊടുക്കേണ്ട കാര്യങ്ങളും ഇറാനുമായിട്ടുള്ള നയതന്ത്ര ബന്ധങ്ങളും അല്ലെങ്കിൽ നാവിക സപ്പോർട്ടും അല്ലെങ്കിൽ മറ്റ് സൈനിക സപ്പോർട്ടും എന്താണെന്നുള്ളത് ഞങ്ങൾ തീരുമാനിച്ചോളാം എന്നുള്ള ചിന്ത വ്യക്തമായിട്ട് ട്രംപിന് മനസ്സിലായി. അതായത് ട്രംപ് എന്താ പറയുക, പൊട്ടൻ ചന്തക്ക് വന്ന പോലെ വെന്ത അവിടെ എല്ലാം കണ്ട് തിരിച്ച് കിട്ടിയ സാധനങ്ങളൊക്കെ അവിടെ തന്നെ എറുതി തിരിച്ചു പോയത് നമ്മൾ കണ്ടത്. പക്ഷേ ഇന്ന് നടക്കാനിരിക്കുന്ന മറ്റ് ചർച്ച, അതായത് വ്ളാഡിമിർ പുടിൻ ഇതാ ചൈനയിലോട്ട് വരുന്നുണ്ട്. അതായത് അമേരിക്ക മാറ്റി അല്ല അമേരിക്കൻ യൂറോപ്യൻ രാജ്യങ്ങളെ മാറ്റിയിട്ട് മറ്റൊരു ലോക ശക്തി അല്ലെങ്കിൽ ഒരു പുതിയ സമവാക്യം ഉണ്ടാക്കാൻ ട്രൈ ചെയ്യുന്ന രാജ്യങ്ങളാണ് ചൈനയും അതുപോലെ തന്നെ റഷ്യയും. അക്കൂട്ടത്തിലോട്ടാണ് ഇപ്പോൾ ഇറാനും കൂടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മീറ്റിംഗ്, അതായത് ചൈനീസ് പ്രസിഡന്റും വ്ളാഡിമിർ പുടിനും നടക്കുന്ന ഈ ഒരു മീറ്റിംഗിൽ ഇറാൻ്റെ കാര്യം വലിയൊരു കാര്യമായിരിക്കും. അപ്പോൾ അത് എത്രത്തോളം പുറത്തോട്ട് ഈ ഡിസ്കഷൻ പുറത്തോട്ട് വരുമെന്ന് നമുക്കറിയില്ല. പക്ഷേ ഇവരുടെ അന്തർധാര അല്ലെങ്കിൽ ഇവർ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏത് രീതിയിലായിരിക്കും യുദ്ധത്തിൻ്റെ കാര്യങ്ങൾ, ഇറാൻ ഏത് രീതിയിൽ സപ്പോർട്ട് ചെയ്യണം. അതായത് ഇറാൻ കൂടുതൽ പവറാവുകയാണ്. ഇത്രയും ദിവസങ്ങൾ ഫോൺ ത്രൂ കോളുകളും അല്ലെങ്കിൽ മറ്റ് ഡിസ്കഷൻസ് മാത്രമാണ് ഇതിൽ നടന്നിട്ടുള്ളത്. പക്ഷേ ഈ രണ്ട് രാജ്യങ്ങൾ നേരിട്ട് ഒരു ചർച്ച എന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിച്ച് നോക്കണം. ഇതിൻ്റെ തൊട്ട് മുമ്പ് ഇറാനിയൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാച്ചി ചൈനയിലും അതുപോലെ തന്നെ റഷ്യയിലും മോസ്കോയിലും ഓരോ മീറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ കാര്യങ്ങൾ വ്യക്തമായിട്ട് അവിടെ ഡിസ്കഷൻ കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ചൈനയും റഷ്യയും കൂടെയുള്ള ഈ ഒരു മീറ്റിംഗ് വരുന്നത്. അപ്പം അതിൽ ഇറാന് കിട്ടാൻ പോകുന്ന സപ്പോർട്ട്, അത് സൈനികപരമായിട്ടും അതല്ലെങ്കിൽ മറ്റെല്ലാ നയതന്ത്രപരമായിട്ട് സാമ്പത്തികപരമായിട്ട് എല്ലാം കൊണ്ടും വലിയൊരു സപ്പോർട്ട് ഇറാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് കൊടുക്കും എന്ന് വ്യക്തമാണ് ലോകരാജ്യങ്ങൾക്ക്. അതുകൊണ്ടൊക്കെ തന്നെ ട്രംപിന് അക്കാര്യത്തിൽ നല്ല പേടിയുണ്ട്. ഇപ്പോൾ ഈ ദിവസം ഇറാൻ ആക്രമിക്കുകയാണ്, ഇതേ സമയത്ത് അവിടെ ഒരു ചർച്ച നടക്കുന്നു, ഇറാൻ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇറാൻ ഒരു സപ്പോർട്ട് ശരിക്കും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മാക്സിമത്തിൽ ഈ രണ്ട് രാജ്യങ്ങളും ഒരേ സമയത്ത് കൊടുക്കും എന്നുള്ള പേടി നല്ല രീതിക്ക് പെട്ടെന്ന് ട്രംപിനും അതുപോലെ തന്നെ ഇസ്രായേലിനും വന്നിട്ടുണ്ട് ഇക്കാര്യത്തിൽ. അതുകൊണ്ടും കൂടെ ആയിരിക്കാം ഇന്നത്തെ ഈ പറഞ്ഞ അറബ് രാജ്യങ്ങൾ പറയുന്നതിൻ്റെ കൂടെ ഈ ഒരു മീറ്റിംഗ് കൂടെ കണക്കിലെടുത്തിട്ടാകാം ട്രംപ് തൽക്കാലം ഞാനിപ്പോൾ ആക്രമിക്കുന്നില്ല, ഞാൻ തൽക്കാലം ഒന്ന് സുല്ലിട്ട് എന്ന് പറഞ്ഞിട്ട് പിന്നോട്ട് മാറി നിൽക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞത് മാത്രമല്ല പല ലോക എന്താ പറയുക ആഗോള നയതന്ത്ര വിദഗ്ധർ മൊത്തം ഇപ്പം ആ ഒരു അഭിപ്രായമാണ് മുന്നോട്ട് പറഞ്ഞിട്ടുള്ളത്. ഇനി അത് മാത്രമല്ല കേട്ടോ, ഇപ്പോൾ ഇന്നത്തെ ദിവസം ട്രംപ് അടിക്കും എന്നുള്ളത് ഇറാൻ ഏറെക്കുറെ വ്യക്തമായിരുന്നു. അതായത് അവരും ആ രീതിയിൽ സജ്ജമായിട്ട് നിൽക്കുകയായിരുന്നു. അതുപോലെ എന്താ പറയുക, കാഷിം ഐലൻഡിലൊക്കെ എല്ലാ രീതിയിലുള്ള വ്യോമപ്രതിരോധ സംവിധാനങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു ഇറാൻ എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തോട്ട് വരുന്നത്. ട്രംപിൻ്റെ പ്രഖ്യാപനത്തിന് തൊട്ട് മുമ്പ് തന്ത്രപ്രധാനമായിട്ടുള്ള ഹോർമോസ് കടലിടുക്കിന് സമീപത്തുള്ള കേഷ് ദ്വീപിൽ ഇറാൻ തങ്ങളുടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ എല്ലാം സജ്ജമാക്കി അലേർട്ട് കൊടുത്ത് വിദഗ്ധ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇറാനിൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല വാണിജ്യ കപ്പലുകളെ തടസ്സപ്പെടുത്താൻ ഇറാൻ്റെ ഡ്രോണുകളും അതുപോലെ തന്നെ ചെറിയ ബോട്ടുകളും എല്ലാം ഈ സ്ട്രൈറ്റ് ഓഫ് ഹോർമോസിൽ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇനി അത് മാത്രമല്ല ഒരു ഭാവിയിലൊരു സൈനിക നടപടി ഇപ്പം ഇന്നത്തത് മാറ്റി വെച്ചെങ്കിലും ഈ ഒരു സൈനിക നടപടി ഉണ്ടായിരുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ അമേരിക്ക ആക്രമിക്കാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇറാൻ്റെ ഇത്തരത്തിലുള്ള ഊർജ്ജ സംവിധാനങ്ങളുള്ള ദ്വീപുകളും അതുപോലെ തന്നെ ഹോർമോസ് കടലുകളിലെ ഇറാൻ്റെ ചെറിയ ഈ ബോട്ടിൻ്റെ ഒരു വലിയൊരു ഗ്രൂപ്പ് തന്നെ ഉണ്ട്. ഇതിനെ ആക്രമിക്കുക എന്നുള്ളൊരു രീതിയിലായിരുന്നു അമേരിക്കയും ഇസ്രായേലും മുൻകൂട്ടി കരുതിയിരുന്നത്. അപ്പം ഇറാനും ആ രീതിയിൽ തന്നെ ആയിരുന്നു സജ്ജമായിട്ട് വെച്ചിരുന്നത്. ഇനി അത് മാത്രമല്ല 1-2 സ്ഥലത്ത് എയർ ഡിഫൻസ് സിസ്റ്റം ഇറാൻ ഓൺ ചെയ്തിട്ടുണ്ട്. ടെഹ്റാനിലെ പല സ്ഥലങ്ങളിലും സൈറൺ വന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. അപ്പം ഇതെല്ലാം ഒരു സൈഡിൽ ഇറാനും സെറ്റ് ചെയ്ത് നിങ്ങൾ അടിക്കുകയാണെങ്കിൽ അടിച്ചോ, തിരിച്ച് ഞങ്ങൾ അടിച്ചോളൂ. അതുപോലെ തന്നെ ഇറാൻ്റെ ഏകദേശം എല്ലാ മിസൈൽസും അവരുടെ ലക്ഷ്യസ്ഥാനങ്ങൾ എല്ലാം ട്രിഗർ അല്ലെങ്കിൽ പോയിന്റ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു എന്ന് ഇറാൻ്റെ IRGC തന്നെ ഇപ്പം അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും പുറത്തോട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇന്നത്തെ ഈ ഒരു മീറ്റിങ്ങിൽ, ഈ ഒരു ചൈന റഷ്യ മീറ്റിങ്ങിലുള്ള ഡിസ്കഷൻസ് എന്തൊക്കെ ആയിരിക്കും, അതല്ലെങ്കിൽ ഇറാൻ ഏതൊക്കെ രീതിയിലായിരിക്കും ഇതിൻ്റെ സപ്പോർട്ടുകൾ വരാൻ പോകുന്നത്, യുദ്ധത്തിൽ ഏത് രീതിയിലാണ് ഈ രണ്ട് രാജ്യങ്ങളും ഇനി ഇടപെടാൻ പോകുന്നത് ഒക്കെ നമുക്കറിയാം. അതുപോലെ ഈ ഒരു അമേരിക്കയുടെയും ഈ പറഞ്ഞ ഇസ്രായേലിൻ്റെ മലക്കം മറച്ചിലിൻ്റെ കാര്യങ്ങളൊക്കെ ഇനി പുറത്തോട്ട് വരും. ഇതേ സമയത്ത് UAE ആക്രമണം നടത്തി, സൗദിയിലോട്ട് ആക്രമണം നടത്തി, ഇറാൻ അതെല്ലാം നിഷേധിച്ചു. അപ്പോൾ ഈ രണ്ട് ആക്രമണങ്ങളും നടത്തിയത് ഇറാഖിയൻ സൈഡിൽ അല്ലെങ്കിൽ സൗദി അറേബ്യയുടെ പടിഞ്ഞാറ് ഭാഗത്തുനിന്നും വന്നാൽ നമ്മൾ ഇന്നലെ വീഡിയോ ചെയ്തിരുന്നു അതിൻ്റെ ഡീറ്റെയിൽസ്. അപ്പം ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഇറാനെയും മറ്റ് രാജ്യങ്ങളെയും തമ്മിലടുപ്പിക്കാൻ മാക്സിമം വഴികളാണ് അമേരിക്കയും അതുപോലെ തന്നെ ഇസ്രായേലും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് കൂട്ടത്തിൽ അവരും കൂടെ കയറി അടിക്കുക എന്നുള്ള ആ ഒരു ചിന്തയിൽ നിന്ന് മാറി നിൽക്കാനുള്ള കാരണം ഈ ഒരു മീറ്റിങ്ങും അതുപോലെ തന്നെ മറ്റ് പല നയതന്ത്ര ചർച്ചകൾ ഇതിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട് എന്നുള്ളതിനുള്ള ഏറ്റവും വലിയ തെളിവാണ്. അപ്പം കൂടുതൽ എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റുകൾ വരികയാണെങ്കിൽ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം.